ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പാവം കുട്ടി ഇവിടുന്ന് എവെങ്ങും ചെക്കനെ കിട്ടാത്തോട്ട് അങ്ങ് ടിൻഡറിൽ പോയിട്ടാണ് ചെക്കനെ കൊണ്ടുവരുന്നത്. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുക. എന്തോന്ന് ടെസ്റ്റ്? ബോയ് ഫ്രണ്ട് ടെസ്റ്റോ? എന്തോ എന്താണ് ആ ടെസ്റ്റ്? അതും കൂടെ ഒന്ന് കണ്ടേ. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡിങ് ടെസ്റ്റ്. എന്താ? വായിൽ ചോറ് വെച്ച് തരിക, അതാണ് ഫീഡിങ് ടെസ്റ്റ്. എന്തായാലും ചേട്ടൻ അതിനകത്ത് പാസ്സായിട്ടുണ്ട്. ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിങ് ആയിരുന്നു, ആൾ അതും പാസ്സായി. ഇതിന് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങ് സാഹചര്യം മുതലാക്കുക എന്നാണ് നമ്മളൊക്കെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് കെയർ ടെസ്റ്റ് ആയിപ്പോയി. കുട്ടിയുടെ ഒരു കണ്ടുപിടുത്തങ്ങളെ വാ. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ. വ്യത്യസ്തമായ ആചാരങ്ങളല്ലേ. കാലിലെ ചെരുപ്പിൽ വള്ളി ഇട്ട് കൊടുത്താൽ ആ ചെറുക്കന് ഈഗോ ഇല്ല. കുട്ടിയുടെ അടുത്ത കണ്ടുപിടുത്തമാണ്. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. മോളെ ഇടക്കിടക്ക് ആ കൊച്ചിനൊന്ന് വിടാനുള്ളൊരു അവസരം കൊടുക്കുക, എന്നാലല്ലേ ചേട്ടന് ഓടാൻ പറ്റുള്ളൂ. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. ആള് ഫുൾ ടൈം രണ്ട് കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. ഭാഗ്യം. വല്ല കടലിലോ വല്ല ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ആ ചെറുക്കന്റെ ഗതികേട്. ഇവിടെ താങ്ങി പിടിക്കേണ്ടി വരുവോ? പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. സൺലൈറ്റ് ടെസ്റ്റ് മനസ്സിലായോ? ചേച്ചിയുടെ ഉടുപ്പങ്ങ് മാറിപ്പോയപ്പോ അവിടെ അങ്ങ് കയറി പിടിച്ച് ചേട്ടൻ. അതിന് ചേച്ചി പറയണതാണ് സൺലൈറ്റ് ടെസ്റ്റ്. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. മോളെ എന്നാ നോക്കാം, മുടി അങ്ങ് കെട്ടിവെച്ചാ പോരായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്തിനാ ആ ചെറുക്കനെ ഇങ്ങനെ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തണത്? ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനി കാറ്റ് വരാൻ നേരത്തെ ഈ ചെറുക്കൻ എന്ത് ചെയ്യും? ബാഹുബലിനെ പോലെ അങ്ങ് നെഞ്ചു മിരിച്ചങ്ങ് നിൽക്കുമായിരിക്കും. ഇതൊക്കെ ടെസ്റ്റാ. ലാസ്റ്റ് എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റിന് പോകാതിരുന്നാൽ മതി, അത്രേ പറയാനുള്ളൂ.